വിജയ് മാത്രം ഒറ്റയ്ക്ക് നിന്നല്ല ഇന്ന് തമിഴ്നാടിൻ്റെ അധികാരത്തിൽ കയറുന്നത്. നേരെ മറിച്ച് MK സ്റ്റാലിൻ്റെ പരോക്ഷമായ ഒരു പിന്തുണ കൂടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. വിജയുടെ പാർട്ടി അധികാരത്തിൽ കയറാൻ വിജയ് മുഖ്യമന്ത്രിയാകാൻ കാരണമായി മാറിയിട്ടുള്ള കോൺഗ്രസും CPIM-ഉം CPI-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി MK സ്റ്റാലിൻ്റെ പാർട്ടിയായിട്ടുള്ള DMK-ക്ക് ഘടകകക്ഷികളായി നിൽക്കുന്നവരാണ്. ഞങ്ങൾ എന്നും DMK-യുടെ കൂടെയാണ്, നാളെയും DMK-യുടെ കൂടെയാണ്, ഞങ്ങൾ എന്നെന്നും DMK-യുടെ കൂടെയാണ് എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലും വിജയുടെ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് MK സ്റ്റാലിൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ അതൊരിക്കലും സംഭവിക്കില്ല. അത് CPI ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, അത് MK സ്റ്റാലിൻ്റെ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. RSS-നെതിരെയും BJP-ക്കെതിരെയും എന്നും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള MK സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഒരു കേന്ദ്രഭരണം ഉണ്ടാകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MK സ്റ്റാലിൻ ഇത്തരമൊരു പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റേത് മുഖ്യമന്ത്രിയെക്കാളും അദ്ദേഹം RSS-നെതിരെയും BJP-ക്കെതിരെയും ഒക്കെ ശക്തമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു, നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതോടൊപ്പം വിജയെ പ്രശംസിക്കുന്നവരും വിജയുടെ പാർട്ടിയുടെ ഈ ഒരു അധികാരത്തിൽ സന്തോഷിക്കുന്നവരുമൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തമിഴക രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ട്വിസ്റ്റുകളായിരിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് MK സ്റ്റാലിൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു വെച്ചു. വിജയുടെ പാർട്ടി അധികാരത്തിൽ കയറട്ടെ, ഞങ്ങൾ 6 മാസം അത് നിരീക്ഷിക്കും, അതിനുശേഷം ഞങ്ങളതിന് കൃത്യമായി മറുപടിയുമായി രംഗത്ത് വരുമെന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. നാളെ ഒരു കാലത്ത് RSS-നോ BJP-ക്കോ എന്തെങ്കിലും പിന്തുണയോ മറ്റോ എന്തെങ്കിലും വിജയ് കൊടുത്തു കഴിഞ്ഞാൽ, ഇനി അതുമല്ലെങ്കിൽ വിജയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വലിയ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ MK സ്റ്റാലിൻ്റെ ഘടകകക്ഷികളായ CPI-യും CPI-യും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം അവരുടെ ആ ഒരു പിന്തുണ ആ ഒരു പാർട്ടിയിൽ നിന്നും അവർ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ വിജയുടെ മന്ത്രിസഭ താഴെ വീഴും. വിജയുടെ അധികാരത്തിൻ്റെ ബേസ്മെൻറ്റ് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു സമയം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വിജയ് ഇന്ന് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ആ സമയത്ത് വിജയുടെ കൂടെ അടുത്തുണ്ടായിരുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു. വർഗീയതയല്ല, നേരെ മറിച്ച് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് വിജയുടെ രാഷ്ട്രീയം എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിൽ വിജയ് എല്ലാ മതങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അമ്പലങ്ങളിൽ പോകുന്ന കാഴ്ച, ചർച്ചുകളിൽ പോകുന്ന കാഴ്ച, റമദാൻ മാസത്തിൽ പള്ളിയിൽ നോമ്പ് തുറക്കാനും അതോടൊപ്പം പള്ളിയിൽ നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. അത്തരത്തിൽ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീയതയില്ലാത്ത മതസൗഹാർദ്ദമുള്ള നല്ലൊരു ഭരണം വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം RSS-നെതിരെയും BJP-ക്കെതിരെയും MK സ്റ്റാലിൻ എടുത്ത നിലപാട് പോലെ ശക്തമായ നിലപാടും വിജയ്ക്ക് എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണ് വിജയുടെ ഈ തമിഴ്നാട്ടിൻ്റെ ഭരണത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് കണ്ടറിയണം.